കേരളത്തിലെ ഒരു ചെറിയ പട്ടണത്തിലെ കോളേജിലാണ് കഥ തുടങ്ങുന്നത്. മായ പുസ്തകങ്ങൾക്കും കവിതകൾക്കുമൊത്ത് ജീവിക്കുന്നവൾ. എല്ലായ്പ്പോഴും തൻ്റെ ലോകത്ത് തന്നെ ഒതുങ്ങി നിൽക്കുന്ന കുട്ടി. ആദിത്യനാണെങ്കിൽ സുഹൃത്തുക്കളെ ചിരിപ്പിക്കുകയും സംഗീതം ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരു യുവാവ്. ആദ്യമായി കണ്ടുമുട്ടിയത് ഒരു മഴക്കാല ദിവസത്തിലാണ്. ബസ് കിട്ടാതെ ബസ് സ്റ്റാൻഡിൽ നിൽക്കുന്ന മായയെ കണ്ട ആദിത്യ തൻ്റെ കുട നൽകി. മായ ആദ്യം അത് നിരാകരിച്ചു. പക്ഷേ മഴ ശക്തമായപ്പോൾ നിർബന്ധം സമ്മതിച്ചു. അന്നു മുതൽ അവർ തമ്മിൽ സംസാരിക്കുവാൻ തുടങ്ങി. സൗഹൃദം വളർന്നു. ലൈബ്രറിയിൽ ഒരുമിച്ച് പഠിക്കുന്ന സമയം, ക്യാൻറ്റീനിലെ ചായ കുടിക്കുന്ന സമയം, കോളേജ് ഫെസ്റ്റിവലിലെ ഒരുക്കങ്ങൾ എല്ലാം കൂടി അവർ തമ്മിൽ അടുത്തു. മായയുടെ കവിതകൾ കേൾക്കുവാൻ ആദിത്യയ്ക്ക് വളരെ ഇഷ്ടമായിരുന്നു. അതേസമയം ആദിത്യയുടെ ഗിറ്റാർ മായയെ ആകർഷിച്ചു. എന്നാൽ ജീവിതം എല്ലായ്പ്പോഴും എളുപ്പമല്ല. മായയ്ക്ക് പഠനത്തിൽ ഏറെ ശ്രദ്ധ ചെലുത്തേണ്ടി വന്നു. അവളുടെ കുടുംബം കർശനമായിരുന്നു. ആദിത്യയ്ക്ക് സ്വപ്നം ഒരു സംഗീതജ്ഞനായി തീർന്ന് ലോകം കാണുക എന്നതായിരുന്നു. രണ്ടുപേരുടെയും വഴികൾ ചിലപ്പോൾ വിരുദ്ധമായി തോന്നി. ഒരു ദിവസം ആദിത്യ സംഗീത പരിപാടിക്ക് പോയപ്പോൾ മായ അവനെ കുറ്റപ്പെടുത്തി. നീ പഠനത്തെ അവഗണിക്കരുത്. അതിൽ അവർ തമ്മിൽ ചെറിയ തെറ്റിദ്ധാരണ ഉണ്ടായി. കുറച്ച് ദിവസങ്ങൾ സംസാരിച്ചില്ല. ഒരു രാത്രി കോളേജ് വാർഷികാഘോഷം കഴിഞ്ഞ് വീണ്ടും മഴ പെയ്തു. മായ വീട്ടിലേക്ക് പോകുവാനായി കാത്തുനിന്നു. അതേസമയം ആദിത്യ എത്തി. മായ, എനിക്ക് നിന്നെ അറിയാം. നമ്മുടെ ഇടയിൽ വ്യത്യാസങ്ങളുണ്ട്. പക്ഷേ മഴ വന്നാലും ചൂടേറിയ സൂര്യൻ വന്നാലും ഞാൻ നിന്നോടൊപ്പമേ നടക്കൂ. മായ കണ്ണുനീരോടെ ചിരിച്ചു. നിന്റെ സ്വപ്നങ്ങൾ നീ പിന്തുടരൂ. എങ്കിലും എൻ്റെ ഹൃദയം നിന്നോടൊപ്പം തന്നെയാണ്. അന്നത്തെ മഴയിൽ അവർ തമ്മിൽ നൽകിയ വാഗ്ദാനം ജീവിതത്തിൻ്റെ വഴിത്തിരിവായി. ആദിത്യ തൻ്റെ സംഗീത ജീവിതം തുടർന്നു. മത്സരങ്ങൾ ജയിച്ചു, പേര് നേടി. മായ തൻ്റെ പഠനം പൂർത്തിയാക്കി അധ്യാപികയായി. എന്നാൽ എത്ര ദൂരെയായാലും അവരെ ഒന്നാക്കി നിലനിർത്തിയത് ആ മഴയിലെ വാഗ്ദാനമായിരുന്നു. വർഷങ്ങൾ കഴിഞ്ഞും മഴ പെയ്യുമ്പോഴെല്ലാം അവർ ഒരുമിച്ച് ഓർത്തെടുക്കും. ആ ദിവസം ഒരു കുടയ്ക്ക് കീഴിൽ ആരംഭിച്ച കഥ ഇന്നും അവസാനിച്ചിട്ടില്ല.